ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ സർ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോ നമുക്കറിയാം S3 മംഗൽ ബാച്ച് അല്ലെ, ഇന്ന് കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, ദിനംപ്രതി ഒരുപാട് കോഴ്സും അഡ്മിഷൻസും വന്നുകൊണ്ടിരിക്കുന്ന ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ S3 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള S3 മംഗൽ ബാച്ച് അല്ലെ. സോ ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലർക്ക് അറിയാം, നിങ്ങൾക്ക് ചിലർക്ക് അറിയില്ല അല്ലെ. അപ്പോ എല്ലാവർക്കും വിശദമായിട്ട് നമ്മുടെ ലോഞ്ചിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് S3 മംഗൽ ബാച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. യെസ്, S3 മംഗൽ ബാച്ച് നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്പർ 1 ഫാക്കൽറ്റീസ്, അതായത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ S3 മംഗൽ ബാച്ചിലൂടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഇതെന്ന് പറയുന്നത് S3 മംഗൽ ബാച്ചിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് തരുന്നത്, ആ സബ്ജക്ട്സ് ആർക്കൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലൈഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ സബ്ജക്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകാർക്കാണ് പഠിക്കാനുള്ളത്, അതേപോലെ ഓരോ സബ്ജക്റ്റും ആർക്കൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള വ്യക്തമായ ഒരു സ്ലൈഡാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഇത്രയും ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത്രയും സബ്ജക്ട്സ് നമ്മുടെ S3 മംഗൽ ബാച്ചിലൂടെ തരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ക്ലിയർ? ഇവിടെ നമ്മൾ 17 ഡിപ്പാർട്ട്മെന്റ്സിന് ഫുൾ സബ്ജക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ് 17 ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് സ്ലൈഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സ്ലൈഡ്സ് കിട്ടാനായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ലിങ്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിന് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഫുൾ സബ്ജക്ട് കൊടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ലാബ് ആണ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, ലെക്ചർ നോട്ട്സ്, അതേപോലെ മൊഡ്യൂൾ വൈസ് എക്സാംസ്, 24/7 മെന്റർ സപ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ മൊഡ്യൂൾ വൈസ് ഉള്ള റിവിഷൻ ക്ലാസ്സസ് എല്ലാം ഉണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ലോഞ്ചിൽ അനൗൺസ് ചെയ്തിരുന്നു ജൂലൈ 5-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. സോ ജൂലൈ 5-ാം തീയതി നമ്മൾ ബാച്ച് ഓറിയന്റേഷൻ നടത്തി. എല്ലാ S3 മംഗൽ ബാച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് നടത്തിയായിരുന്നു. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് നമുക്ക് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ക്ലാസ്സസ് ഉണ്ടാകും. ഈ ഡെയിലി ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു വേണ്ട. അപ്പോൾ കോളേജിൽ പോകണം, ഇവിടുത്തെ ക്ലാസ് കാണണം, അപ്പോൾ വർക്ക് എപ്പോൾ ചെയ്യും എന്ന് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. ഓക്കെ, ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിന്റെ ക്ലാസ് ഇങ്ങനെ ഡെയിലി പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് കോളേജിൽ വർക്ക് ചെയ്യാനും ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ള ഗ്യാപ്പും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടാവും. ആ രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ മീൻസ് നെക്സ്റ്റ് 1 വീക്കിന്റെ ടൈം ടേബിൾ ആണ് നമ്മുടെ S3 മംഗൽ ബാച്ച് സ്റ്റുഡൻസിന് കൊടുത്ത്. അതായത് 8-ാം തീയതി ക്ലാസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. 14-ാം തീയതി വരെ ടൈം ടേബിൾ ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതേപോലെ ടൈം ടേബിൾ ആണ് S3 മംഗൽ ബാച്ച് സ്റ്റുഡൻസിന് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ വീക്ക്ലി ടൈം ടേബിൾ ആയിരിക്കും നമ്മൾ തരുന്നത്. ഓരോ ആഴ്ചയും നമ്മൾ ടൈം ടേബിൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ്സുകളൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പം ലൈവ് ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും മിസ് ചെയ്തിട്ടുണ്ടാവും. പേടിക്കണ്ട, വിഷമിക്കണ്ട, നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് കിട്ടും. ഇപ്പോൾ തന്നെ ഉടനെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള ലൈവ് ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കിട്ടും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. വെറുതെ എന്ത് ചെയ്യരുത്, റെക്കോർഡഡ് ക്ലാസ്സിനെക്കാട്ടിലും മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് തന്നെയാണ്. സോ കേരളത്തിൽ, ഇന്ത്യയിൽ ആരും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഇതേപോലെ ലൈവ് ക്ലാസ് തരുന്നില്ല. ഓക്കെ, അപ്പോ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അതേപോലെ സംശയങ്ങളൊക്കെ അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഥവാ മിസ്സായി പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ റിവിഷന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് റെക്കോർഡ് കാണാം. കൂടാതെ നിങ്ങൾക്ക് ലെക്ചർ സ്ലൈഡ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, സോ ഇതിലപ്പുറം എന്ത് വേണം? ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണ്ട, അസൈൻമെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റിന് വേണ്ടിയിട്ടോ അലഞ്ഞു തിരിയണ്ട. നിങ്ങൾക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ വീഡിയോ ലെക്ചേഴ്സും നോട്ട്സും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിലുള്ള ടൈം ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ അതിന്റെ അടുത്ത് പ്ലാൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഡയമണ്ട് പ്ലാൻ, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എടുത്തിരിക്കുന്ന പ്ലാനാണ് ഡയമണ്ട് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഡയമണ്ട് പ്ലാനിന് പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ടെന്ന് അറിയാമോ? നമുക്കറിയാം, നമ്മളിപ്പോ സബ്ജക്ട്സിന്റെ ലിസ്റ്റ് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് കോർ സബ്ജക്ട്സ് ഉണ്ട്, നോൺ കോർ സബ്ജക്ട്സ് ഉണ്ട്, അതേപോലെ ലാബ് ഉണ്ട് അല്ലെ. അപ്പോ ഈ സബ്ജക്ട്സ് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് വെറും 4499 രൂപയ്ക്കാണ് കിട്ടുന്നത്, ഇൻക്ലൂഡിങ് GST. ഓക്കെ, ഇവിടെ നോക്ക് നമ്മുടെ മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് കോർ സബ്ജക്ട്സ്, നോൺ കോർ സബ്ജക്ട്സ്, ലാബ് എല്ലാം കൂടെ കൂട്ടി വരുന്ന സമയത്ത് ഏകദേശം 8779 റുപ്പീസ് ആണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു 50% ലിമിറ്റഡ് ടൈം ഓഫർ ഉണ്ട്. സോ 4499 റുപ്പീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഓഫർ എന്ന് വരെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 15 വരെ മാത്രമേ ഉള്ളൂ.
ഓക്കെ, ജൂലൈ 15 വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്. 8779 റുപ്പീസിന്റെ കോഴ്സ് S3 മംഗൾ ബാച്ച് കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 4499. 50% ലിമിറ്റഡ് ടൈം ഇൻട്രോഡക്ടറി ഓഫർ. ജൂലൈ 15 തീയതിക്ക് ശേഷം ഇതിന്റെ പ്രൈസ് കൂടുന്നതായിരിക്കും. സോ എല്ലാവരും അതിനു മുമ്പ് തന്നെ ഫുൾ സെമസ്റ്റർ എടുക്കുക. കോർ സബ്ജക്റ്റും നോൺ കോർ സബ്ജക്റ്റും ലാബും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു എമൗണ്ട് ഇൻക്ലൂഡിംഗ് GST വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല. അതും ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, ലെക്ചർ നോട്ട്സ്, എവറിത്തിങ്. ഓക്കെ മക്കളെ, ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതിനെ മാക്സിമം ചെയ്തു തരിക, അഫോർഡബിൾ പ്രൈസിൽ ചെയ്തു തരിക എന്നുള്ളതാണ് ഫ്രാങ്ക്സ് ലെക്ചേഴ്സിന്റെ ഒരു വാല്യൂ എന്ന് തന്നെ പറയുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് സത്യാവസ്ഥ. അപ്പോ നമ്മുടെ ചന്ദ്ര ബാച്ച് സ്റ്റുഡൻസ്, S2 ചന്ദ്ര ബാച്ച് സ്റ്റുഡൻസിനും അതേപോലെ നമ്മുടെ S3 മംഗൾ ബാച്ച് സ്റ്റുഡൻസിനും ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. എവിടെയെന്നറിയാവോ? നമ്മൾ ഗേറ്റ് 2026 ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ബാച്ച് സ്റ്റുഡൻസിനും മംഗൾ ബാച്ച് സ്റ്റുഡൻസിനും തീർച്ചയായിട്ടും ഒരു ഓഫർ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ യെസ്, നമ്മൾ വീണ്ടും പറയുന്നു, ജൂലൈ 15 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഡയമണ്ട് പ്ലാൻ 4499 50% ഓഫോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന അവസാന തീയതി ജൂലൈ 15 ഓക്കെ, ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക. പിന്നീട് ഇതിന്റെ പ്രൈസ് മാറുമ്പോൾ പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമല്ല. ഓക്കെ, വിച്ച് ഈസ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള റൈറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് യുവർ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, റൈറ്റ് മൊമെന്റിൽ ഞാൻ ഹിറ്റ് ചെയ്തു, റൈറ്റ് മൊമെന്റിൽ ഞാൻ പഠിച്ചു. എന്താണ് ആ റൈറ്റ് മൊമെന്റ്? റൈറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഡോണ്ട് മിസ് ദാറ്റ്. ഓക്കെ, ജൂലൈ 15 മുമ്പ് നിങ്ങൾ ചന്ദ്ര ബാച്ച് മംഗൾ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, ഡയമണ്ട് പ്ലാനിൽ അഡ്മിഷൻ എടുക്കുക. 50% ഓഫോട് കൂടി കിഡിലൻ ക്ലാസ് നിങ്ങൾക്ക് നേടിയെടുക്കുക. ഓക്കെ, അപ്പോ കൂടാതെ ബാക്കി പ്ലാൻസ് എന്ന് പറയുന്നത് പ്ലാറ്റിനം പ്ലാൻസ് ഉണ്ട്. കോർ സബ്ജക്ട്സ് മാത്രമാണെങ്കിൽ വെറും 3499 മാത്രമേ ഉള്ളൂ ഇൻക്ലൂഡിംഗ് GST. അതേപോലെ ഗോൾഡ് പ്ലാൻ ഉണ്ട്. ഗോൾഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ നോൺ കോർ സബ്ജക്ട്സ് ആണ്, ജസ്റ്റ് 2499 ഇൻക്ലൂഡിംഗ് GST. ദെൻ സിൽവർ പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 1499. ഓക്കെ, ഇൻഡിവിജ്വൽ സബ്ജക്ട്സ് ആണ്. ഇത് സപ്ലൈ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കും. സപ്ലൈ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കും ഈ ഇൻഡിവിജ്വൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. കാരണം 1-2 സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ സപ്ലൈ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1499 സിൽവർ പ്ലാൻ എടുത്താൽ മതി ഇൻക്ലൂഡിംഗ് GST. ഓക്കെ, കൂടാതെ ലാബ് മാത്രം വേണമെന്നോ കുട്ടികൾ, നിങ്ങൾക്ക് ലാബ് ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാം. 2999 ആണ് ലാബിന്റെ പ്രൈസ് വരുന്നത് ഇൻക്ലൂഡിംഗ് GST. ഓക്കെ, നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ ഒരു UPI ഐഡിയിലോട്ട് ഡൊറ്റാരോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു UPI ഐഡിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ എത്രയാണോ എമൗണ്ട് അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പേ ചെയ്യുക. ദെൻ സ്ക്രീൻഷോട്ട് നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് അയക്കുക. ദെൻ യു വിൽ ബി ആഡഡ് ഇൻ അവർ ഗ്രൂപ്പ്സ്. ഓക്കെ, ഇനി എന്തെങ്കിലും എൻക്വയറീസോ അഡ്മിഷൻസിനോ കൂടുതൽ കാര്യങ്ങൾ അറിയണം, നിങ്ങൾക്ക് നിങ്ങളുടെ സെമസ്റ്ററിനെ കുറിച്ച് കൂടുതൽ അറിയണം, നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണം അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ഹെൽപ്പിനോ ഗൈഡൻസിനോ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. എനി ടൈം 24/7. ഓക്കെ, നിങ്ങൾക്ക് അഥവാ കുറച്ചൊക്കെ എന്താ ഡിലേ വന്നാലും തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും, നിങ്ങളുടെ റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചോളൂ. സെമസ്റ്ററിനെ കുറിച്ച് ഏത് സെമസ്റ്റർ ആയാലും കുഴപ്പമില്ല, ധൈര്യമായിട്ടിരുന്നു. ഓക്കെ, then yes മക്കളെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു എവരിബഡി. അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും ഫോൺ എടുക്കുക, പാരന്റ്സിന് ചോദിക്കണേ പാരന്റ്സ് ചോദിക്കുക. ഇനി പാരന്റ്സിന് നമ്മൾ വിളിക്കണമെങ്കിൽ എനി ടൈം വിളിക്കാം, സ്റ്റുഡൻസ് നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ എനി ടൈം വിളിക്കാം. ആർക്കായാലും വിളിക്കുക, സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെങ്കിലും ചോദിച്ചോളൂ. നിങ്ങൾ കോളേജിൽ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചോദിച്ചോളൂ. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിച്ച് സൂപ്പറായിട്ട് കോളേജിൽ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അതിനെക്കാട്ടിലും കൂടുതൽ ടോപ്പിക്സ് നമുക്ക് അതിനെക്കാട്ടിലും കുറച്ച് മുമ്പ് നമുക്ക് പഠിച്ച് ഓടി നീങ്ങേണ്ടതായിട്ടുണ്ട്. S3 മംഗൾ ബാച്ചിൽ പഠിച്ച ഒരു കുട്ടികളും എന്ത് ചെയ്യരുത്, ഫെയിൽ ആകരുത്, ഫുൾ മാർക്ക് നേടുക. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പല കുട്ടികളും മാരത്തോൺ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കൊണ്ടുവരും, അപ്പോൾ പഠിച്ചോളം എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ മക്കളെ, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയാം, S2 മാരത്തോൺ വരാം, കുഴപ്പമില്ല. ബിക്കോസ് കുറച്ച് സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ, എല്ലാ ഡിപ്പാർട്ട്മെന്റും സെയിം ആണ് അല്ലെ. പക്ഷേ നമുക്കത് S3 ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ S3 സബ്ജക്ട്സിന് നിങ്ങൾ കോർ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്, നിങ്ങൾ പ്യൂർ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്, പ്യൂർ പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്, പ്യൂർ കോൺസെപ്ച്വൽ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്ട് അതിൻ്റെതായ ഡിഫിക്കൽട്ടി ലെവൽ, ഇമ്പോർട്ടൻസ് ലെവൽ എല്ലാം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് യൂട്യൂബിൽ നമ്മൾക്ക് ലൈവ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിന്റെ ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ലൈവ് തരാൻ കഴിയില്ല അല്ലെ. ലൈവ് തരാൻ കഴിയും, കുറച്ച് ഡിപ്പാർട്ട്മെന്റിന് മാത്രം ലൈവ് തന്നു കഴിഞ്ഞാൽ
ബാക്കിയുള്ള കുട്ടികൾക്ക് വിഷമാവും. ഓക്കെ, നമുക്ക് എല്ലാവരും ഒരുപോലെയാണല്ലോ, ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. സോ ഇതിന്റെയൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാ സബ്ജക്ട്സും ഇപ്പൊ തന്നെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട്സ് നിങ്ങൾ നോക്കിക്കേ, എത്ര സബ്ജക്ട്സ് ആണ് നോക്കിക്കേ. നിങ്ങൾ കാണാൻ കഴിയും. 1 2 കണ്ടോ, 3 4 5 6 കണ്ടോ, എത്ര സബ്ജക്റ്റാ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അപ്പോ ഈ സബ്ജക്ട്സ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടും കൃത്യമായിട്ടും സ്ട്രക്ചർ ആയിട്ട് നിങ്ങൾക്ക് തരണം. ഓക്കെ, അത് നിങ്ങൾക്ക് മംഗൾ ബാച്ചിൽ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്ര ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇത്രയ്ക്കും കിടിലൻ ഫാക്കൽറ്റീസ്, ഇത്രയ്ക്ക് ഹൈ ടെക്നോളജി, അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്തുള്ള ക്ലാസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല മക്കളെ. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. അവസാന നിമിഷത്തേക്ക് നമ്മുടെ കോർ സബ്ജക്ട്സ് പഠിക്കാൻ കഴിയില്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കണം. അപ്പൊ പക്ഷേ നിങ്ങൾക്ക് അവസാനം എന്തായാലും പരീക്ഷയുടെ സമയത്ത് ഒരു റിവിഷൻ പോലെ വരും. പക്ഷേ ആ റിവിഷൻ കൊണ്ട് ആർക്കും ഉപകാരമില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരമില്ല. കാരണം S3 മംഗൾ ബാച്ചിൽ കോർ സബ്ജക്ട്സിന്റെ ഡിൻഡപ്തിൽ പഠിച്ച കുട്ടികൾക്ക് ആ ഒരു ലാസ്റ്റ് റിവിഷൻ കൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും. ഫുൾ മാർക്ക് തന്നെ കിട്ടും, ഉറപ്പാ, സംശയമൊന്നും വേണ്ട. പക്ഷേ അവസാന നിമിഷത്തെ റിവിഷൻ മാത്രം കാണുന്ന കുട്ടിക്ക് ഒരിക്കലും അത് കിട്ടണം നിർബന്ധമില്ല. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതാണ് ഇനിയുള്ള സബ്ജക്ട്സ് പഠിക്കുമ്പോഴുള്ള ചാലഞ്ചസ്. അതൊക്കെയാണ്. അവസാന നിമിഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പറയും എഞ്ചിനീയർ ഞാൻ തലേ ദിവസം പഠിച്ചാണ്, അതിന്റെ ആവശ്യമുള്ളൂ. അല്ല മക്കളെ, ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാക്കി ഒരു എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ അത് ആദ്യം മുതൽ തന്നെ പഠിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ സീനിയേഴ്സിന്റെ വാക്കുകളോ ഇല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വാക്ക് വെറുതെ അനാവശ്യമായി കേട്ട് മോട്ടിവേറ്റഡ് ആകാതിരിക്കുക. പഠിക്കുക, ആദ്യം മുതലേ പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് തരുന്നുണ്ട്. പഠിക്കുക, നല്ല മാർക്ക് നേടി വിജയിക്കുക. ഓക്കെ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവസാനത്തേക്ക് വേണ്ടി വെക്കരുത്. അത് വലിയൊരു മണ്ടത്തരമായി പോകും. റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല മക്കളെ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വിളിക്കുക, അഡ്മിഷൻസ് എടുക്കുക. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്നും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോ മറക്കണ്ട, ജൂലൈ 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോ ഡയമണ്ട് പ്ലാൻ എടുക്കുക. എല്ലാ സബ്ജക്റ്റും നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം. ഓക്കെ മക്കളെ, അപ്പൊ ബൈ. അപ്പൊ പറയുന്നതിന് ഒരു കാര്യം കൂടെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. KTUവിൽ S3 പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള ക്ലാസ് ഇവിടെയുണ്ട്, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലുണ്ട്. സോ ഒരു കുട്ടി പോലും പഠിക്കാതെ, ക്ലാസ് കിട്ടാത്തത് കൊണ്ട് പഠിക്കാതെ ആകരുത്. എല്ലാ കുട്ടികൾക്കും അടിപൊളി ക്ലാസ് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ റൂമിൽ ഇരുന്നുകൊണ്ട് സൂപ്പറായിട്ട് പഠിക്കാനും ഡൗട്ട് ക്ലിയർ സെഷൻസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ഇതുവരെ നമ്മൾ കണ്ട ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് അല്ല ഇനി കാണാൻ പോകുന്നത്, വേറെ ലെവലാണ് മക്കളെ. അതുകൊണ്ട് കൂടെ പോന്നു, അടിച്ചു പൊളിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ബൈ.